പ്രഭാതകാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. നാം ഇന്ന് വായിക്കുന്നത് മീഖ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ഞാനോ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രിയമുള്ളവരെ, ഒരു ഭക്തനായിരിക്കുന്നവൻ്റെ ഉറപ്പും ധൈര്യവുമാണ് ഈ വചനത്തിൽ കൂടി നാം കേൾക്കുന്നത്. നമ്മുടെ പ്രതിസന്ധിയുടെയും പ്രശ്നത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഘട്ടത്തിൽ നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കുക എന്നുള്ളത്. പലപ്പോഴും നാം ദൈവത്തിങ്കിലേക്ക് നോക്കാതെ പ്രതിസന്ധിയിലേക്കും പ്രശ്നത്തിലേക്കും നാം നോക്കുമ്പോൾ നാം പതറിപ്പോകും. എങ്ങനെ ഇതിനെ തരണം ചെയ്യണം എന്നറിയാതെ നാം ഭാരപ്പെട്ടു പോകും. എന്നാൽ ഒരു ദൈവഭക്തൻ യഥാർത്ഥമായിട്ട് ചെയ്യേണ്ടത് ഒരു ഉറപ്പ്, ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടി ക്ഷമയോടെ ഞാൻ കാത്തിരിക്കും. കാരണം ഞാൻ ദൈവത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് മറുപടി തരും, ദൈവം ഈ പ്രശ്നത്തിന് പരിഹാരം തരും, ഈ രോഗത്തിന് സൗഖ്യം തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് വരെയും ഞാൻ വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും. വീണ്ടും പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. എത്ര വലിയൊരു ഉറപ്പാണ് താൻ പറയുന്നത്. ഇത് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ 3 കൂട്ടം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രശ്നത്തെ നോക്കി നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമെങ്കിൽ 100% നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു വരുവാൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അവിടെ പറയുന്നത് ഇതാണ്, ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഉറപ്പും ധൈര്യവുമായി നിൻ്റെ മക്കൾ നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയാക്കണമേ. യോശുവയോട് അവിടുന്ന് പറഞ്ഞതുപോലെ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് പറഞ്ഞതുപോലെ നിൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അങ്ങയുടെ മുഖത്തേക്ക് നോക്കി അങ്ങയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുവാൻ നിൻ്റെ മക്കളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.